ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയോടും അച്ഛനോടൊക്കെ ഒരു കള്ളത്തരം പറയുകയാണ് നമ്മുടെ ഇഷിത. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇഷിത അവിടെ പറഞ്ഞത്. അങ്ങനെ അച്ഛനും വിളിച്ചുകൊണ്ട് ഇഷിത പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയോട് അച്ഛൻ ചോദിക്കുകയാണ്, നീ പറഞ്ഞ സത്യം തന്നെയാണോ മോളെ? നിനക്ക് പേഴ്സണൽ മീറ്റിംഗ് തന്നെയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അച്ഛാ, പേഴ്സണൽ മീറ്റിംഗ് തന്നെയായിരുന്നു. ഓ, അപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ആരെങ്കിലും മെഡിറ്റേഷനിൽ ഇരിക്കുകയായിരിക്കും, അതായിരിക്കും അല്ലെ നീ ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ഇത് കേട്ട് നമ്മുടെ ഇഷിത ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് മഹേഷിനൊരു മകനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കും നീ കന്യാകുമാരിയിലേക്ക് പോയതല്ലേ മോളെ എന്നും കൂടി ചോദിക്കാം. അതെ അച്ഛാ, ആ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അച്ഛാ എന്ന് പറയുക. മോളെ, നിനക്ക് ശരിക്കും സങ്കടമായില്ലേ? എനിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു അച്ഛാ അത്. പക്ഷേ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നും കൂടി പറയുകയാണ് നമ്മുടെ ഇഷിത. ഇതേ സമയം തന്നെ മഹേഷിൻ്റെ വീട്ടിലാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവമേ, ആ ഇഷിത എവിടെ പോയിട്ടുണ്ടാവോ, ഇനി അവൾ തിരിച്ചു വരുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മഹേഷും പറയാ, അവൾ വരും, തിരിച്ചു വരും, പക്ഷെ ഇങ്ങോട്ടല്ല. അവൾ ഇനി ഇങ്ങോട്ട് വരില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി അവൾ ഉണ്ടാകുമില്ല. അവളിങ്ങോട്ട് വരുന്നത് പല കടുത്ത തീരുമാനങ്ങളും എടുത്തുകൊണ്ടായിരിക്കും. ഡിവോഴ്സ് എന്ന കടുത്ത തീരുമാനം അതെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അവൾ വരുന്നത്. അത് കാരണം അവൾ അത്രയും ഷോക്ക് ഏറ്റിട്ട് തന്നെയാണല്ലോ എന്നെ വിട്ട് പടിയിറങ്ങി പോയത്. ആലോചിക്കുമ്പോൾ ആകെ ടെൻഷൻ തോന്നുന്നു. എനിക്കിപ്പോൾ എൻ്റെ മകനെ നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലല്ലേ എന്നൊക്കെ മഹേഷ് സ്വയം ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചിപ്പി അങ്ങോട്ട് വരുന്നത്. ആ ചിപ്പി മോളിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ കൊച്ചിനെ ചേർത്ത് പിടിക്കുകയാണതേ. നമുക്ക് സ്കൂളിൽ പോകണ്ടേ? ഇല്ല, ഞാൻ പോവില്ല. അതെന്താ പോവാത്തത്? എൻ്റെ അമ്മ എവിടെ? എൻ്റെ അമ്മ വരട്ടെ, അതിനുശേഷം ഞാൻ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ പറയല്ലേ, അമ്മ വരുമല്ലോ. എപ്പോഴാണ് എൻ്റെ അമ്മ വരുന്നത്? എൻ്റെ അമ്മ വരട്ടെ, അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലേ. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ഞാൻ വാശി പിടിക്കും, എൻ്റെ അമ്മയെ കാണാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പി ആകെ ദേഷ്യപ്പെട്ട് നേരെ ആ കസേരയിൽ പോയിരിക്കുക. അപ്പം മഹേഷിനും കലി വരികയാണ്. ചിപ്പി, നീ പറഞ്ഞനുസരിക്കണം, നീ കിടന്ന് വേഷം കിട്ടാൻ നിൽക്കരുത്, സ്കൂളിൽ പോകാനായിട്ട് നോക്ക്. ഇല്ല ഡാഡി, ഞാൻ പോവില്ല ഡാഡി, എൻ്റെ മമ്മിയെ കൊണ്ടുപോവാ, ഡാഡിയെ കൊണ്ടുപോവാ എൻ്റെ അമ്മയെ, അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് പോവുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചിപ്പി, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. അമ്മ മരിച്ചു പോയാലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിപ്പി ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുക. അപ്പോഴാണ് വരുന്നു നമ്മുടെ ഈഷിത വാതിൽ തുറന്ന് വന്നതും എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക. ചിപ്പിക്കും ഭയങ്കര സന്തോഷം തോന്നി. ചിപ്പി ഓടി ചെന്ന് ഇഷിതയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കരയാണ്. ആഹാ, എൻ്റെ മോൾക്ക് ഇത്രയും സങ്കടമാണോ? എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നില്ലേ? അമ്മ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതല്ലേ. എന്ത് സ്കൂളിൽ പോകാതിരിക്കുന്നു? സ്കൂളിൽ പോകണില്ലേ? പോകാം അമ്മേ, എങ്കിൽ വാ, അമ്മ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത ഒന്നും നടന്നിട്ടില്ലാത്തൊരു ഭാവത്തിൽ നേരെ റൂമിലേക്ക് കയറി പോവാ. അപ്പോൾ മഹേഷ് പറയാണ്, അച്ഛാ, ഇഷിത തിരിച്ചു വന്നിരിക്കുന്നത് എന്തോ മനസ്സിൽ ഉദ്ദേശമായിട്ട് തന്നെയാണ്. അത് ഡിവോഴ്സ് ആയിരിക്കും. അവളല്ലാതെ ഇങ്ങനെയൊന്നും കിടന്ന് പെരുമാറില്ല. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ, രാമ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് അവളുടെ തീരുമാനം? ഒന്നും മിണ്ടണ്ട, ഒന്നും ചോദിക്കാനും പോകണ്ട, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ചോദിച്ച് പ്രശ്നങ്ങൾ വഷളാക്കാൻ നിൽക്കരുത് സ്വപ്നവല്ലി. ഇല്ല, ഞാനൊന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറയുക. അങ്ങനെ നമ്മുടെ ചിപ്പിയെ ഒരുക്കുകയാണ് ഇഷിത. അപ്പോൾ ചിപ്പിയെ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയോട് ചോദിക്കുകയാണ് ചിപ്പി, അമ്മ എവിടെയായിരുന്നു അമ്മേ? അമ്മ പറഞ്ഞല്ലോ, അമ്മ ഒരു മീറ്റിങ്ങിലായിരുന്നു. ആയിരുന്നോ? സത്യമായിട്ടായിരുന്നോ? എന്നിട്ട് ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. മോൾ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ? സങ്കടപ്പെട്ടോ? എന്തിനു സങ്കടപ്പെടുന്നത്? അമ്മ ഡോക്ടറല്ലേ, അപ്പോൾ പല കാര്യങ്ങൾക്ക് നമുക്ക് പോകേണ്ടി വരില്ലേ? അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ, ആ ചേട്ടനോട് മാപ്പ് പറഞ്ഞത് കൊണ്ടാണോ അമ്മ ഡാഡിയെ വിട്ടു പോയത്, ദേഷ്യപ്പെട്ടു പോയത് ഇതൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊന്നുമല്ല, പിന്നെന്താ കാരണം? അത് അമ്മക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോയത് എന്നും പറയാം. അതെന്താ അമ്മേ സങ്കടം? അമ്മ വരാതിരുന്നത് കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകാതിരുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ?
അപ്പോൾ സ്കൂളിൽ പോകാതിരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, ഇനി മേലെ സ്കൂളിൽ പോകാതിരിക്കരുത് കേട്ടോ, അമ്മ എവിടെയാണെങ്കിലും വരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കൊണ്ട് വരിക. അപ്പോൾ ചിപ്പി ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇഷിതയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയോട് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അമ്മേ, ഞാൻ ഇട്ട് കുടിച്ചോളാം, അമ്മയ്ക്ക് ചായ വേണോ? വേണ്ട ഞാൻ കുടിച്ചു. അച്ഛന് ചായ വേണോ? വേണ്ട ഞാനും കുടിച്ചു. എങ്കിൽ പിന്നെ ഞാൻ ചായ ഇട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്തുകൊണ്ട് നേരെ മഹേഷിൻ്റെ റൂമിലേക്ക് പോവുക. മഹേഷ് ആണെങ്കിൽ ആകെ അന്തം വിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ മഹേഷിനോട് ചോദിക്കുകയാണ്, എന്തായി ആ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം? അത് കുഴപ്പമില്ല. അല്ല വിവേക് വിളിച്ചായിരുന്നോ? വിവേക് വിളിച്ചായിരുന്നു. അപ്പം ഇന്ന് ഓഫീസിൽ പോകുന്നില്ല? പോണ്ട് ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. പക്ഷേ ഇഷിതയോട് വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആകെ പേടി തോന്നിയൊരവസ്ഥയിൽ നിൽക്കുക. അതെ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കണം, അതുകൊണ്ട് എനിക്ക് പോകണം. ശരി പൊയ്ക്കോ എന്ന് പറയുകയാണ് നമ്മുടെ മഹേഷ് ഇഷിതയോട്. ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ. അങ്ങനെ വിവേക് വിളിക്കുക. വിവേകിനോട് ശരി ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാമെന്നും മഹേഷ് പറയുകയും ചെയ്യാണ്. അങ്ങനെ ഇഷിത കൊച്ചിനായിട്ട് ഭക്ഷണം കഴിക്കാൻ വരിക. അച്ഛൻ നിങ്ങൾ കഴിക്കുന്നില്ലേ? മോള് കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ ഇഷിത കൊച്ചിനും ഭക്ഷണം കൊടുക്കുക. മഹേഷും വരികയാണ്. മഹേഷിനോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുകയും ചെയ്യാണ്. അങ്ങനെ മഹേഷിനും വിളമ്പി കൊടുക്കുകയാണ്, കൊച്ചിനും വിളമ്പി കൊടുക്കുകയാണ്, ഇഷിതയും വിളമ്പിക്കുക. ഭയങ്കര സന്തോഷത്തിലും എപ്പോഴെക്കാളും ഭയങ്കര സ്മാർട്ടായിട്ടിരുന്നാണ് നമ്മുടെ ഇഷിത ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ കണ്ട് എല്ലാവരും അന്തിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ രാമ വന്നിട്ട് മോള് ഇന്നലെ ചിപ്പി മോള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? അപ്പം ഇഷിത ആ ഒരു വർത്തമാനം അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ ഇഷിത മോളെ കൊണ്ടുപോയി വായൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ കൊച്ചിനെ കൊണ്ട് പോവുകയാണേ, ഞാൻ ബസ്സിൽ കയറ്റി വിട്ടോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും രാമൻ വന്ന് മഹേഷിനോട് ചോദിക്കാം, മഹേഷ് ഇതെന്താടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോടാ, എന്താണ് സംഭവിച്ചു വിടുന്നത്? ഒന്നും മിണ്ടണ്ട, സൈലൻ്റ് ആയിട്ടിരുന്നാൽ മതി, എന്തോ വരാനായിട്ട് പോകുന്നുണ്ട്, അതാണ് ഇത്രയും നല്ല സൈലൻ്റ് ആയിട്ട് ഇഷിത പെരുമാറുന്നത്. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അങ്ങനെ ഇഷിതയും മോളും കൂടി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഓരോ കഥകളും പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരോടും നമ്മുടെ ചിപ്പിയാണെങ്കിൽ സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആ ഒരു ബസ് കയറുന്ന ആ സ്ഥലത്തേക്ക് വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ സ്കൂൾ ബസ് വന്നില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത് സീരിയസ് ആണ് മോള്, അത് വേണ്ട വിധത്തിൽ എടുക്കുക തന്നെ ചെയ്യണം. എന്താ അമ്മേ? അതെ, മോള് പറഞ്ഞില്ലേ മോൾക്കൊരു ഏട്ടൻ വേണമെന്ന്. മോൾക്ക് ഏട്ടനുണ്ടല്ലോ. ആണോ അമ്മേ? എനിക്ക് ഏട്ടനുണ്ടോ? പിന്നല്ലാതെ മോൾക്ക് ഏട്ടനുണ്ട്. മോളുടെ ഏട്ടൻ്റെ പേരേ ആദി എന്നാണ്, മനസ്സിലായോ? അതായത് മോളുടെ ഡാഡിക്ക് 2 മക്കളാ. അതായത് മോളും പിന്നെ മോളുടെ ചേട്ടനുമാണ് ഡാഡിക്കുണ്ടായ 2 മക്കള്. അപ്പോൾ ആദിയേട്ടനെ സ്വന്തം ഏട്ടനായിട്ട് കരുതണം കേട്ടോ. ആണോ അമ്മേ? ഈ ആദിയേട്ടൻ്റെ ബർത്ത്ഡേക്ക് ആണോ അന്ന് എന്നെ ഡാഡി കൊണ്ടുപോയത്? ബർത്ത്ഡേക്ക് പോയായിരുന്നോ? ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകാതിരുന്നില്ലേ, അപ്പം എന്നെ അമ്മ വഴക്ക് പറഞ്ഞില്ലേ? അപ്പോൾ ഞാനും ഡാഡിയും കൂടി ആ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് പോയതായിരുന്നു. അമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സോറി അമ്മേ. അതിനെന്തിനാ സോറി? മോളുടെ ഏട്ടൻ്റെ ബർത്ത്ഡേക്കല്ലേ പോയത്, അതിന് അമ്മയോട് സോറി ഒന്നും പറയണ്ട കേട്ടോ. ഇനി ആ ഏട്ടനെ നമുക്ക് കൊണ്ടുവരാം. ആണോ? കൊണ്ടുവരാൻ പറ്റുമോ? ഇനി എപ്പോഴാണ് ആദ്യേട്ടനെ കാണാനായിട്ട് പറ്റുന്നത്? പറ്റും, ഉറപ്പായിട്ട് ആദ്യേട്ടനെ കാണാനായിട്ട് പറ്റും. ബസ് വന്നല്ലോ, ശരി ഇനി ബസ്സിൽ കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞയക്കാം. നമ്മുടെ ഇഷിതയ്ക്ക് സങ്കടവും അതേപോലെ തന്നെ സന്തോഷവും എല്ലാം കൂടി മനസ്സിൽ ഭയങ്കരമായിട്ട് തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് നമ്മുടെ ഇഷിത. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല ഇഷിത ഡോക്ടറെ, എന്താ സൗന്ദര്യപ്പിണക്കൊക്കെ മാറിയോ? സൗന്ദര്യപ്പിണക്കോ? എന്ത് സൗന്ദര്യപ്പിണക്കം? അല്ല ഡോക്ടറിൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് സൗന്ദര്യപ്പിണക്കമെന്ന്. എന്താ സൗന്ദര്യപ്പിണക്കം മാറിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ. അതെ, ഈ സൗന്ദര്യവും പിണക്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, സ്നേഹവും സൗന്ദര്യവും തമ്മിലും യാതൊരു ബന്ധവുമില്ല. പിന്നെ ഡോക്ടർക്ക് ഈ സൗന്ദര്യത്തിൻ്റെ സൈക്കോളജി അറിയാൻ പാടാത്തതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് എന്താ പഠിക്കാത്തത്? അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ ഞാനും മഹേഷും തമ്മിൽ യാതൊരു സൗന്ദര്യ പിണക്കവും ഇല്ല. ഞങ്ങളെപ്പോഴും ഒത്തൊരുമയോടും സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മഹേഷിനോട് പറഞ്ഞതാ ഞാൻ ഇന്നവരെ സ്ഥലം വരെ പോവുകയാണെന്ന്. മഹേഷ് അത് മറന്നുപോയിട്ടാ. പിന്നെ ഡോക്ടർ സൗന്ദര്യബോധത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ ഇഷിത ആ ഒരു ക്യാബിൽ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും
ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് കയറി വരികയാണ്. എന്താ ഡോക്ടറെ? വായിരിക്കും ഡോക്ടറെ. അതെ, എനിക്ക് ഗൈനക്കിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അയ്യോ, ഗൈനക്കോളജിസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഡോക്ടറെ? അതിന് വലിയ ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ. കാര്യമുണ്ട്. എന്താ CEO എന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും CEO എന്ന നിലക്ക് ഇഷിത ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ വന്നത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ. ഓ, പേഷ്യൻ്റ് എന്ന നിലയിലല്ലേ? അതെ, പേഷ്യൻ്റ് എന്ന നിലയിൽ. അതെ, ഇപ്പോൾ ഇഷിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചാൻസ് ഉണ്ട്, ഒരമ്മയാകാനുള്ള ചാൻസ്. ആണോ ഡോക്ടറെ? സത്യമാണോ പറയുന്നത്? അതെ, സത്യമാണ്. നമുക്കപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണ്ടേ? ഇത് കേട്ടോ ഇഷിതയാണെങ്കിൽ, അമ്മയാകാൻ ആഗ്രഹിക്കാത്ത ഏത് പെണ്ണുങ്ങളാണ് ഡോക്ടറെ ഈ ലോകത്തുള്ളത്? നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മം കൊണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കടമ നമ്മൾ ഒരു പുതിയ തലമുറയ്ക്ക് ജീവൻ കൊടുക്കണമെന്നാ. അങ്ങനെ ജീവൻ കൊടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതല്ലേ ഏറ്റവും വലിയ നന്മ. ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും ഇഷിത പറഞ്ഞത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ്, സത്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കില്ല അല്ലേ? ആരംഭിക്കാം ഡോക്ടറെ. ഞാൻ ഏതായാലും ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ പറഞ്ഞു വിടുക. ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷവും തോന്നി. ഇഷിതയ്ക്ക് ഇനി ഒരു അമ്മയാകാൻ പറ്റും എന്നൊരു സന്തോഷ വാർത്തയാണ് ഇഷിത തിരിച്ചറിഞ്ഞത്. അങ്ങനെ നമ്മുടെ ഇഷിത ആലോചിക്കുകയാണ്, ആദിയുടെ അമ്മ രചന, അവരെനിക്ക് വിളിക്കണം. അങ്ങനെ രചനയെ വിളിക്കുകയാണ്. അപ്പോൾ രചനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവളോ, ഹലോ എന്താടി, നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? ഓ, രചനയെ വിളിക്കണമല്ലോ, വിളിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതാണല്ലോ. ദേ, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ഇവിടെ വിട്ടു പോകുന്നത്? നീ ഇവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചത് സ്വർഗലോകത്ത് നിന്ന്. അത് ദൈവത്തിൻ്റെ സ്വർഗലോകത്തു നിന്നല്ല, മനുഷ്യന്മാരുടെ സ്വർഗലോകത്ത് നിന്നാണ് ഇപ്പം ഞാൻ വിളിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ എന്താ വിചാരിച്ചത്? നിനക്കൊക്കെ തെറ്റിപ്പോയി രചന. എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളിടയിൽ യാതൊരു പ്രശ്നവുമില്ല. നിന്റെ രഹസ്യക്കാരനാണല്ലോ വലിയ താല്പര്യം ഞങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല രചന. അതൊക്കെ നിന്റെ വ്യാമോഹമാണ്. പിന്നെ എൻ്റെ മകനുണ്ടല്ലോ, എൻ്റെ മകനെ ഞാൻ കൊണ്ടുവരും. മകനോ? നിന്റെ മകനോ? അതെ, എൻ്റെ മകൻ ആദി. അവൻ എൻ്റെ മകനാണ്. ചിപ്പിയെ കൊണ്ടുവന്നതുപോലെ ആദിയെയും ഞാൻ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. അവൻ അറിയും, അവൻ കാണുന്ന മുഴുവൻ സ്വപ്നമാണ്. യഥാർത്ഥത്തിലേക്ക് അവൻ വരും. അപ്പം അവൻ മനസ്സിലാക്കും അവൻ്റെ അമ്മ ഞാൻ തന്നെയാണെന്ന്. ഇതൊക്കെ നിന്റെ വെറും സ്വപ്നമാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സ്വപ്നത്തിൽ നിന്ന് ആദി പുറത്തേക്ക് വരും രചന. അന്നേരം നീ അറിയും. പിന്നെ ഇനിയിപ്പോൾ ആദി വിഷയം നിന്നു, ഇനി ആകാശിൻ്റെ വിഷയത്തെക്കുറിച്ച് നമുക്ക് കടന്നാലോ? നിന്റെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായില്ലേ? നിന്റെ മകനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് വല്ല നിനക്ക് അറിയാവോ? ഇത് കേട്ട രചനാകെ ഞെട്ടിപ്പോവാ. എങ്കിലേ നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് നീ സൂം ചെയ്ത് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും നിന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന്. ഇത് കേട്ട നമ്മുടെ രചന ആ ഒരു വീഡിയോ പെട്ടെന്ന് സൂം ചെയ്ത് നോക്കിയാണ് നമ്പർ പ്ലേറ്റ് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് രചന. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.